ഹായ് 2024 സ്വീഡൻ്റെ മെയിൻ ഇൻടേക്ക് അതായത് സെപ്റ്റംബർ ഇൻടേക്കിന് കുറച്ച് പേർക്കൊക്കെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിലാണ്. അവർ എംബസിയിലോട്ടാണ് വിളിച്ചേക്കുന്നത്. സോ അങ്ങനെ ഇൻ്റർവ്യൂ വന്നേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഡൽഹിയിൽ സ്വീഡൻ എംബസിയിലാണ് നമുക്ക് ഇൻ്റർവ്യൂ വന്നേക്കുന്നത്. ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇത് തന്നെ ആയിരിക്കും വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ ആൻസർ ചെയ്യുന്നത് അവരുടെ ക്വസ്റ്റ്യന്, അതനുസരിച്ചായിരിക്കും അവരടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരിക എന്നൊന്നും നമ്മളൊരു കാര്യം പറയുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇൻ്റർവ്യൂവിന് വന്ന ക്വസ്റ്റ്യൻസ് ആ കുട്ടികളുടെ നിന്ന് എടുത്തിട്ടുള്ള ഫീഡ്ബാക്കുമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ വന്നേക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ലെറ്റർ വന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ലെറ്റർ നിങ്ങൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോയിരിക്കണം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, നിങ്ങളുടെ NSR നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ റിസൾട്ട്, ഈ 2 കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ കൂടാതെ നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഹാർഡ് കോപ്പി, നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ് കോപ്പി, കൂടാതെ മെയിനായിട്ട് വേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തേക്കുന്ന ഫണ്ടിൻ്റെ ഡോക്യുമെൻ്റാണ് ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ആ ഡോക്യുമെൻറ്റിൻ്റെയും ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സബ്മിറ്റ് ചെയ്തതും ഉണ്ടായിരിക്കണം. റീസെൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ലെറ്ററും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇപ്പം സ്റ്റുഡൻറ്റിനാണ് കൂടുതലായിട്ടും ഇൻ്റർവ്യൂവിന് അവർ വിളിച്ചേക്കുന്നത്, ഡിപ്പെൻഡൻസിനെ വിളിച്ചിട്ടില്ല. പക്ഷേ ഡിപ്പെൻഡൻറ്റും കുട്ടികളും നിങ്ങൾ ഒരുമിച്ചാണ് ഒരു ഫാമിലി ആയിട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത് എങ്കിൽ ഡിപ്പെൻഡൻറ്റും കുട്ടികളും ഇപ്പോൾ അത് ഇൻഫൻ്റ് ആണെങ്കിൽ പോലും മാൻഡേറ്ററി ആയിട്ടും നിങ്ങളുടെ കൂടെ അക്കോമ്പനി ചെയ്തിരിക്കണം. കാരണം അവരുടെയും ബയോമെട്രിക്സ് എടുക്കാനുണ്ട്. നിങ്ങൾക്ക് മാത്രമേ, സ്റ്റുഡൻറ്റിന് മാത്രമേ മിക്കവാറും ഇൻ്റർവ്യൂ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള സ്പൗസും കുഞ്ഞുങ്ങളും നിങ്ങളുടെ കൂടെ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ചെല്ലേണ്ടത് നല്ല രീതിയിൽ ഫോർമൽ ഡ്രസ്സിലായിരിക്കണം ചെല്ലേണ്ടത്. നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വേണം എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെല്ലാനായിട്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തുക എന്നുള്ളതാണ്. ടൈം മാറിപ്പോവരുത്. അവർ ഷെഡ്യൂൾ ചെയ്ത് തന്നിരിക്കുന്ന ടൈമിന് തന്നെ ആയിരിക്കണം നിങ്ങളവിടെ എത്തേണ്ടത്. ഒരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും ആ വെന്യൂവിൽ എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേറെ ഓപ്ഷനൊന്നും തരത്തില്ല. നമ്മുടെ ആ ഒരു ചാൻസ് അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് ഡൽഹി. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് കഴിവതും തലേദിവസം തന്നെ ചെന്നിട്ട് നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഒരു ഫയലിൽ, നല്ല വൃത്തിയായിട്ട് ഒരു ഫയലിൽ എല്ലാം കൂടെ കീപ്പ് ചെയ്യുക. എന്നിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതി ചോദിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളോട് പേര് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ടിലുള്ള പേര് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പാസ്പോർട്ടിലുള്ള പേര്, ഇപ്പം നമ്മൾക്ക് അറിയാം പാസ്പോർട്ടിൽ എല്ലാം നമ്മുടെ ഫുൾ നെയിം ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഈ പേര് ആയിരിക്കത്തില്ല നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പക്ഷേ അപ്ലൈ ചെയ്തേക്കുന്നത് പാസ്പോർട്ടിലെ പേര് വെച്ചിട്ടുമായിരിക്കും. സോ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ വാട്ട്സ് നെയിം, അല്ലെങ്കിൽ നമ്മളോട് ബ്രീഫ് ചെയ്യാൻ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്തും ഒക്കെ നിങ്ങൾ പറയേണ്ട പേര് നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് തന്നെ ആയിരിക്കണം. എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ആ പാസ്പോർട്ടിലെ പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി എന്ത് ഡോക്യുമെൻ്റ് ആയാലും വേറെ പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ 1 and the same സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ 2 ആൾക്കാർ ഒന്ന് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് 1 and the same നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വീഡൻ എന്ന് പറഞ്ഞൊരു കൺട്രി സെലക്ട് ചെയ്തത് നിങ്ങളുടെ ഓവർസീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ നന്നായിട്ട് ആൻസർ ചെയ്യണം. കാരണം സ്വീഡനെ പറ്റി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടും, നെറ്റിൽ കിട്ടും. സോ സ്വീഡൻ എന്താണ്, സ്വീഡൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്.
സ്വീഡൻ്റെ പ്ലസ് പോയിന്റ്സ് വെച്ച് പറയണം. കാരണം സ്വീഡൻ്റെ പ്ലസ് പോയിന്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിക്കിപീഡിയ അല്ലെങ്കിൽ സൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും സ്വീഡൻ എന്ന് പറയുന്ന കൺട്രി എന്താണ് എന്നുള്ളത്. സ്വീഡൻ ഒരു ടെക്നിക്കലി ഭയങ്കര ഹൈൻ കൺട്രിയാണ്, ഒരു ഷാങ്നേവിയൻ കൺട്രിയാണ്, ഒരു യൂറോപ്യൻ യൂണിയൻ കൺട്രിയാണ്, ഷെങ്കൻ കൺട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ സ്വീഡനിൽ മിക്കവാറും നല്ല കമ്പനീസിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വീഡനിലാണ്. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുള്ള കൺട്രിയാണ്, അത് പീസ്ഫുൾ കൺട്രിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷന് സ്വീഡൻ സെലക്ട് ചെയ്തത്? സ്വീഡനിൽ മിക്കവാറും നല്ല യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്, എല്ലാം വേൾഡ് റാങ്ക് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വീഡനിൽ ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതെന്നുള്ളതിന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വീഡനിലുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം വേൾഡിലെ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതിനകത്ത് തന്നെയായാലും നിങ്ങൾക്ക് QS വേൾഡ് റാങ്കിങ് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്പർ പറയാൻ പറ്റും, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എത്രയാണ് വേൾഡ് റാങ്ക് നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ സ്വീഡനിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് വരുന്നത്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ജോബിന് കയറാനായിട്ട് പറ്റും. ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ആണ് സ്വീഡനിലുള്ളത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് എഡ്യൂക്കേഷൻ തരുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ. പീസ്ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ. വേൾഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഉള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ. സ്വീഡനിലുള്ള ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്ക് നന്നായിട്ട് നോക്കുക. ആ റാങ്ക് എത്രയാണെന്നുള്ളത് QS വേൾഡ് റാങ്കിങ്ങോ അല്ലെ ടൈംസോ എടുക്കുന്നെങ്കിൽ ടൈംസോ ഏതിനായാലും എത്രയാണ് നമ്പർ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയുക. ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ. പിന്നെ അവർ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഇതാണ്, നിങ്ങൾ സ്വീഡനിലോട്ട് പോകാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ അക്കോമഡേഷൻ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷൻ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ബ്ലോക്കറ്റോ അങ്ങനെയുള്ള സൈറ്റ്സ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്, അക്കോമഡേഷൻ സൈറ്റ്സ്. അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് താല്പര്യമുണ്ട്, നമ്മളൊരു ജെനുവിൻ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്വീഡൻ ഇൻ്റർവ്യൂവിന് ചോദിക്കുക. പിന്നെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഫണ്ട് അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ എടുത്തേക്കുന്നവരാണെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും, എൻ്റെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഒക്കെ എൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അതിനുള്ള പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പിന്നെ അല്ല, നിങ്ങൾ ഫണ്ട് ചെയ്തിട്ട് നമ്മൾക്ക് സോഴ്സ് ചെയ്ത് ഫണ്ട് എടുത്തേക്കുന്നവരാണെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ ഹെൽപ്പ് ചെയ്തു, എൻ്റെ സ്പൗസ് എന്നെ ഹെൽപ്പ് ചെയ്തു, ഞാൻ വർക്ക് ചെയ്തതിൻ്റെ എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇഷ്ടം, നമുക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള ഇഷ്ടത്തിന് നമ്മൾ പൂളപ്പ് ചെയ്തേക്കുന്ന ഒരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതായത് യൂണിവേഴ്സിറ്റിനെ പറ്റി ചോദിക്കും, കൺട്രീനെ പറ്റി ചോദിക്കും, നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ പറ്റി ചോദിക്കും. ഇതിനകത്ത് ശരിക്കും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളത് മസ്റ്റായിട്ടും അവർ ചോദിക്കും. അതുപോലെ തന്നെ ആ കോഴ്സിൻ്റെ മോഡ്യൂൾസും അതിൻ്റെ ക്രെഡിറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരു ഇയറിൻ്റെ പ്രോഗ്രാം എടുത്തായിരിക്കും മിക്കവാറും എല്ലാവരും പോകുന്നത് അല്ലേ. അപ്പം 1 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് വരുന്നത് 60 ക്രെഡിറ്റ്സ് ആണ്. അതായത് ഒരു സെമസ്റ്ററിന് 30 ക്രെഡിറ്റ്. ആ 30 ക്രെഡിറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഓരോ മോഡ്യൂളിനും ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അത് മസ്റ്റായിട്ടും മാൻഡേറ്ററി ആയിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ എടുത്തു വെക്കേണ്ട ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ NSP ആണ്. NSP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ്. ദാറ്റ് മീൻസ് അവർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എത്ര പ്രോഗ്രാംസിന് സ്വീഡനിൽ അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് സെലക്ട് ആയിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ 2 പ്രോഗ്രാം, അതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാമിനായിരിക്കും നമ്മൾ ഫീസ് അടച്ച് മുമ്പോട്ട് പോയത്. പക്ഷേ നിങ്ങൾ എത്ര പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യനും മിക്കവാറും അവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ NSP നോട്ടിഫിക്കേഷൻ സെലക്ഷൻ പ്രോസസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പ്രോഗ്രാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുള്ളത്. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം സെലക്ട് ചെയ്തത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട്, ഇപ്പോൾ ഏജൻറ്റോ എല്ലാം പറഞ്ഞിട്ട് സെലക്ട് ചെയ്തതാണോ എന്നുള്ളതിനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ പ്രോഗ്രാം എന്താണ് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമോ എന്നുള്ളത്. സോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലാനായിട്ട്. കാരണം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര മോഡ്യൂൾസ് ഉണ്ട്, എന്തൊക്കെ മോഡ്യൂൾസ് ആണ്, നമ്മുടെ കോഴ്സ് കഴിയുന്നതിൻ്റെ ഔട്ട്കം എന്താണ്, എന്തായിട്ടാണ് നമുക്ക് ജോബ് കിട്ടുക എന്നുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചേച്ച് വേണം നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട്. ഇനി
ഫണ്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം, കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് ഇൻ്റർവ്യൂ നടന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ ടേബിളിൽ വെച്ചിട്ട് ഒഫീഷ്യൽസ് അവർ പറഞ്ഞു, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, ആപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പ് ഉണ്ടായിരിക്കണം. അത് അത്ര എമൗണ്ട്, നമ്മൾ എത്രയാണ് എമൗണ്ട് കാണിച്ചേക്കുന്നത് അത്ര എമൗണ്ട് ഉണ്ടായിരിക്കണം. ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണം, ആ ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുക്കാൻ വേണം. അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒന്ന് മൈൻഡിൽ വെക്കേണ്ടത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, കറക്റ്റ് ടൈമിന് ചെല്ലുക, ഫോർമൽ ഡ്രസ്സിൽ ചെല്ലുക, അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി കയ്യിലുണ്ടായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്ത പ്രോഗ്രാമും നിങ്ങൾക്ക് അഡ്മിഷൻ അയക്കുന്ന പ്രോഗ്രാമും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണം. യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ, യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റ് നെയിം, ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാമിൻ്റെ പ്ലസ് പോയിൻറ്റ്സ്, അതായത് ക്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലോട്ട് ചെല്ലാനായിട്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജിജി എന്നാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒരു മെസ്സേജ് ഇടുവോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുവോ ചെയ്യുക. താങ്ക് യു.